ഓം നമോ ഭഗവതേ വാസുദേവായ. നരകാസുരൻ ശ്രീകൃഷ്ണനാൽ വധിക്കപ്പെട്ട ദിവസമാണ് വിഷുവായി ആഘോഷിക്കുന്നത്. പ്രപഞ്ചത്തിന്റെ പ്രതീകമായി സങ്കല്പിച്ച് ഓട്ടുരുളിൽ വെക്കുന്ന വിഷുക്കണിയിൽ അക്ഷതം, അലക്കിയ മുണ്ട്, സ്വർണം, കണിവെള്ളരി, കണിക്കൊന്ന, വെറ്റില, അടയ്ക്ക, കൺമഷി, ചാന്ത്, സിന്ദൂരം, നാരങ്ങ, മാമ്പഴം, മാനസം, പഴം, നാളികേരം കൂടാതെ ദേവി സങ്കല്പത്തിൽ വാൽക്കണ്ണാടിയും വെക്കുന്നു. ഇതെല്ലാം മഹാവിഷ്ണുവാണെന്ന സങ്കല്പവും അതിൻ്റെ മുകളിൽ വെക്കുന്ന കർണികാരം അഥവാ കണിക്കൊന്നയാകട്ടെ ഭഗവാന്റെ കിരീടവുമായിട്ടാണ് സങ്കല്പിക്കുന്നത്. ധനലക്ഷ്മി ദേവിയെ സ്വീകരിച്ച് ആദരിക്കുന്നതിൻ്റെ പ്രതീകമായിട്ടാണ് നമ്മൾ വിഷു കൈനീട്ടം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ കൈനീട്ടം സ്വീകരിച്ചു സൂക്ഷിച്ചാൽ ഒരു വർഷക്കാലം ധനധാന്യ സമൃദ്ധി ഉണ്ടാകുമെന്നാണ് വിശ്വാസം. ഉണ്ണിക്കണ്ണന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ച് പൂജ ചെയ്ത വിഷു കൈനീട്ടം കയ്യിൽ സൂക്ഷിക്കുന്നത് വളരെയധികം നല്ലതാണ്. അതിനാൽ എല്ലാവരും വിഷു കൈനീട്ടം സ്വീകരിക്കാനായി മണ്ണാർമല ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ എത്തിച്ചേരുക. ഈ വിഷുദിനത്തിൽ എല്ലാവരും മണ്ണാർമല ഉണ്ണിക്കണ്ണനോടൊപ്പം മറക്കണ്ട മേടമൊന്ന് വിഷുദിനത്തിൽ. ശ്രീകൃഷ്ണൻ തന്റെ ചെറുവിരലാലെ ഗോവർദ്ധന പർവ്വതത്തെ ഉയർത്തിയതുപോലെ 6 മലകൾ കൂടിച്ചേർന്ന മണ്ണാർമലയെ താങ്ങി പ്രകൃതിയെ സംരക്ഷിച്ച് ഈ ഗ്രാമത്തെ നിലനിർത്തുന്നു എന്നാണ് വിശ്വാസം. മണ്ണാർമല ശ്രീകൃഷ്ണ ക്ഷേത്രം, പെരിന്തൽമണ്ണ, മലപ്പുറം. എല്ലാവർക്കും ഐശ്വര്യത്തിന്റെയും സമാധാനത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും വിഷുദിനാശംസകൾ.